ഞാൻ ഏതാണ്ട് ഒരാളെ പരിചയപ്പെടുത്താം. നമ്മൾ ഒരുപാട് വട്ടം ഞങ്ങളുടെ ശ്രീ വനദുർഗ ദേവീക്ഷേത്രത്തിലെ വീഡിയോകളൊക്കെ ചെയ്ത് ഒരുപാട് വീഡിയോകളൊക്കെ വൈറലായിട്ടുണ്ട്. അന്നേരം ഈ അമ്പലം ഞങ്ങൾക്ക് അതിഭംഗിയായിട്ട് പണിത് തന്ന നമ്മുടെ ഒരു ശില്പിയെ ഇപ്പോഴാണ് നമുക്ക് സൗകര്യത്തിന് കിട്ടിയത്. അന്നേരം ആ ശില്പിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ശില്പിയെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്തേ. പിന്നെ ആദ്യമേ പേര് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എന്താ പേരെന്താ? ഞങ്ങളുടെ വീഡിയോയിലൊക്കെ ആദ്യം സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ പേര് കൃഷ്ണകുമാർ. നമ്മുടെ ക്ഷേത്രത്തിന്റെ അഡ്രസ് കൊടുത്തത് ശ്രീകൃഷ്ണ ടെമ്പിൾ വർക്ക്. അതിന്റെ പേരല്ലേ? പേര് ശ്രീകൃഷ്ണ ടെമ്പിൾ വർക്ക് എന്നാ. പിന്നെ ഇവിടെ ഈ ക്ഷേത്രം പണിയാനായിട്ട് എനിക്കൊരു അവസരം ഭരണസമിതിക്കാർ തന്നായിരുന്നു. അതിന്റെ ലെവലിൽ എനിക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞു. അമ്പലം പണി എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നു. ഞാൻ പണി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒത്തിരി സമയങ്ങൾ എടുക്കും. അല്ല പെട്ടെന്ന് പറ്റുന്ന പണിയല്ലല്ലോ. പക്ഷെ ഞാനും അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ഈ പണിയായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത്രയ്ക്ക് റിസ്ക് പിടിച്ച പണിയും സമയം എടുക്കുന്ന പണിയും കൂടെ. ഓരോ കാര്യങ്ങളും അതിന്റെ കണക്കനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സ്ഥപതി തരുന്ന കണക്കനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ സ്ഥപതി അത് വന്ന് പുനഃപരിശോധന നടത്തുമ്പോൾ തന്ന കണക്ക് കൃത്യമായിരിക്കണം. അപ്പോൾ അതിൻ്റെതായ സമയമെടുത്ത് വേണം നമുക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള കാലതാമസങ്ങൾ വരും. അപ്പോൾ ഏതാണ്ട് ചിലപ്പം ചില ക്ഷേത്രങ്ങളൊക്കെ 1 കൊല്ലം എടുക്കും. അത് ക്ഷേത്രത്തിന്റെ വലിപ്പം അനുസരിച്ച്. അപ്പം 2-3 കൊല്ലങ്ങളൊക്കെ എടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഇതിനെ ഒത്തിരി ആളിനെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആളിനെ കുറച്ച് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യേണ്ടതാണ്. കാര്യം ഇത് വളരെ ഗൗരവമായ വർക്കുകളായതുകൊണ്ട് എല്ലാ വർക്കുകളും കൃത്യമായി ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ആളിനെ കുറച്ച് നിർത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ. ഇപ്പം ക്ഷേത്രം പണിതെന്ന് പറയുമ്പം നമ്മൾ ഇത്രയും നാളും ക്ഷേത്രം പണിതെങ്കിലും അതിനൊരു കണക്കെടുത്തിട്ടില്ല. എങ്കിലും പിന്നെ മഹാക്ഷേത്രങ്ങൾ നമ്മൾ ഒരു 10-30 ക്ഷേത്രത്തോളം മഹാക്ഷേത്രങ്ങൾ പണിതു. ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ചക്കുവള്ളിയിൽ ഒരു കുറുമ്പകര ശിവക്ഷേത്രം, അതിന്റെ കോണ്ടാക്ട് നമ്മുടെ പുളിമുക്കിനുള്ള ഒരാളായിരുന്നു, വർക്ക് ചെയ്യാനാണ് ചെയ്തത്. പിന്നെ പിന്നെ ഇലങ്കം ദേവീക്ഷേത്രം, അതുപോലെ തന്നെ പിന്നെ ഗുജറാത്ത്, ഭോപ്പാല്, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമ്മൾ വലിയ മലയാളി സമാജത്തിന്റെ ശാസ്താവിന്റെ അയ്യപ്പന്റെ ഒക്കെ മഹാക്ഷേത്രങ്ങൾ നമ്മൾ പണിതിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ ക്ഷേത്രങ്ങൾ, ചുറ്റമ്പലങ്ങൾ, ഇതൊക്കെ നമ്മൾ വർക്ക് നന്നായി ചെയ്ത് പേരെടുത്തിട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ചെയ്ത ക്ഷേത്രങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇത്ര കണക്കുകളൊന്നും പറയാൻ പറ്റില്ല. നമ്മളത് കൃത്യമായിട്ടൊന്നും തിട്ടപ്പെടുത്തി വെച്ചിട്ടില്ലല്ലോ. എങ്കിലും അതിൻ്റെ എന്നാലും നമ്മുടെ ഒരു കണക്കും പ്രകാരം അങ്ങനെയൊക്കെ ഒരു വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഏതാണ്ട് 400-450 മുകളിൽ പോയിട്ടുണ്ട്. പിന്നെ ചെറിയ ക്ഷേത്രങ്ങൾ ഒക്കെ കണക്കില്ല. പുറത്ത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, ഭോപ്പാൽ, അവിടെല്ലാം പോയി നല്ല നല്ല വർക്കുകൾ ചെയ്ത്. മലയാളി സമാജത്തിന്റെയാണ് അതിന്റെ കണക്കം. നമ്മുടെ കാണിപ്പയ്യൂർ അദ്ദേഹമാണ് അതിന്റെ കണക്കുകളൊക്കെ. അദ്ദേഹത്തിന്റെ കണക്കിലുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് നമ്മൾ പണിതിട്ടുള്ളത്. അപ്പം അങ്ങനെ 8 കെട്ടുകളൊക്കെ പണിതിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പുത്തൻതറയിലെ ആ 8 കെട്ടിന്റെ വർക്കുകളൊക്കെ ഞാനാണ് ചെയ്തത്. വടങ്ങൂർ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള ആ വീടിന്റെ വർക്ക് ഞാനാണ് ചെയ്തത്. വളരെ കമനീയമായ രീതിയിലൊക്കെയാണ്, തത്വശാസ്ത്ര വിധി പ്രകാരം ആണ് അതും ചെയ്തു വെച്ചിരിക്കുന്നത്. പരിചയപ്പെടുത്താൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് വട്ടം അമ്പലത്തിലെ വീഡിയോകൾ പലതും പൂജയുടെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പല വീഡിയോകളും അങ്ങനെ വൈറലായിട്ടുമുണ്ട്. നമ്മളിത് പണി കഴിപ്പിച്ച് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ചെയ്ത നാളെ കൂടെ പരിചയപ്പെടുത്തല്ലേ. ഇപ്പം ചുറ്റുമതിലായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നേ അല്ലേ? വനദുർഗ ക്ഷേത്രങ്ങൾ നമ്മൾ 4 എണ്ണത്തോളം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതാണ്, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് പാടനാട്, ഒന്ന് നമ്മുടെ ഈ മണ്ണടിയില, അങ്ങനെ ഈ വനദുർഗ ക്ഷേത്രങ്ങൾ, മൂളടപ്പില്ലാത്ത വനദുർഗ ക്ഷേത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്പർ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്പർ കൊടുത്തേക്കട്ടെ. നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്കും പ്രകാരം എല്ലാം ചെയ്ത് കൊടുക്കും. അതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഏതായാലും പരിചയപ്പെട്ട ഒരുപാട് സന്തോഷം. ഓക്കെ ബൈ.